We have studied the pattern. We are absolutely convinced that this crime is being done at a huge scale across the country, in state after state after state. കേരളത്തിൽ പോലും അത്തരമൊരു ആരോപണം ഉയർന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ 40,000-ലധികം പുതിയ വോട്ടർമാരുണ്ടായി എന്ന ആരോപണം ഉന്നയിച്ചത് കോൺഗ്രസിന്റെ അവിടുത്തെ നേതാവായ ടി എൻ പ്രതാപനാണ്. അതായത് അവിടെ തൃശ്ശൂരിൽ സ്ഥിരതാമസക്കാരില്ലാത്ത പുറത്തു നിന്നുള്ള ആളുകളുടെ പേരുകൾ ഇവിടെ അടഞ്ഞു കിടക്കുന്ന ഫ്ളാറ്റുകളുടെ അഡ്രസ്സിൽ ചേർക്കപ്പെട്ടു എന്നാണ് ആരോപിക്കപ്പെട്ടത്. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ BJP ബോധപൂർവം വ്യാജ വോട്ടുകൾ ചേർത്തിരിക്കുകയാണ്. തൃശൂർ കോർപ്പറേഷനിലെ വിവിധ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ പോലും താമസിക്കാത്ത ആളുകൾ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടെ താമസിക്കുന്ന ആളുകളുടെ വിലാസത്തിൽ ഇവിടെ വോട്ട് ചേർത്തിരിക്കുകയാണ്. തൃശൂർ മണ്ഡലത്തിൽ പോലും കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഉണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി BJP നടത്തിയ ഇടപെടലുകളിൽ വോട്ടർമാരുടെ പേര് ചേർക്കുന്ന കാര്യത്തിൽ നടന്നിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങൾ, അത് അന്ന് നടന്ന ആരോപണങ്ങൾ ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വന്നിരിക്കുന്നത്.